ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് നല്ലൊരു കായ്ക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ കറി റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കായ്ക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 2 സൈഡൊന്ന് ചെത്തി കളഞ്ഞ് ഇതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് നടുവിലൂടെ ഇതുപോലൊന്ന് വരഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് കത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് അടർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ കായ ചിപ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതുപോലെയാണ് തോല് കളഞ്ഞെടുക്കുക. തോല് നമുക്ക് നല്ലൊരു തോരനൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കായൊന്ന് ചെത്തിയിടാം. അതിനായിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്നത്. 4ആയിട്ട് കീറി ഇതുപോലെ കുറച്ച് നീളത്തിലുള്ള പീസായിട്ടാണ് എടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒത്തിരി കനത്തിൽ വേണ്ട, ഒരു മീഡിയം സൈസ്ഡായിട്ട് എടുത്താൽ മതി. പിന്നെ ഈ ഉപ്പും മഞ്ഞളുള്ള വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ഈ കായയുടെ കറിയൊക്കെ നന്നായിട്ട് ഇളകി വരും. കണ്ടിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ തരുതരുന്നതിനായിട്ട് അത് കായയുടെ കറിയാണ്. ഇനി ഇതൊരു 2-3 പ്രാവശ്യം നമുക്കൊന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറിയൊക്കെ മാറി നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം കഴുകി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഈ വെള്ളത്തിൽ തന്നെ ഇരുന്നോട്ടെ, കായ കറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ടൊരു വലിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനൊരു 8 പീസ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 5 മതിയാവും. പിന്നെ വേണ്ടതൊരു ചെറിയ പീസ് ഇഞ്ചിയാണ്. അപ്പോൾ ഈ വലിയ ഉള്ളിയൊക്കെ ഞാനൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് അരിഞ്ഞിടുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ഇഞ്ചിയും ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇനി തേങ്ങ വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല. തേങ്ങ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാനായിട്ടാണ് പോകുന്നത്. നിങ്ങൾ സാധാരണ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വറുത്തെടുക്കാവുന്നതാണ്. പിന്നെ ഇത് അങ്ങനെ നമുക്ക് കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തേങ്ങയുടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ആ ജലാംശം ഉള്ളതൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നാൽ മാത്രം മതി. കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ടെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ഇപ്പോൾ തേങ്ങയും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് നിറയെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുറയ്ക്കണമെങ്കിലോ കൂട്ടണമെങ്കിലോ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒരു 2 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. കരിഞ്ഞു പോകരുത്. ഇതുപോലെ പതുക്കെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. 2 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തൊന്നും കൂടെ ഒന്ന് ഇളക്കി നമുക്ക് വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. കാരണം അല്ലെങ്കിൽ ഇത് ചട്ടിയുടെ ചൂട് കാരണം കൊണ്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. 2 മിനിറ്റിന് ശേഷം ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഒന്ന് ചൂടാറട്ടെ. അതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 15 ചുവന്നുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 തണ്ട് കറിവേപ്പില, പുളിക്ക് ആവശ്യത്തിനായിട്ട് ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു 4 പച്ചമുളക്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. മെൽട്ടായി നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറിയുള്ളിയുടെ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വഴണ്ടി വരണം. നല്ലൊരു ട്രാൻസ്പെറൻ്റായി വൈറ്റ് കളറൊക്കെ ആയിട്ട് വരുന്ന ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതി. ഏകദേശം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളകും മല്ലിയും ഓൾറെഡി തേങ്ങയിൽ വറുത്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഇനി ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ശേഷം നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നേന്ത്രക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ എണ്ണയിൽ നേന്ത്രക്കായ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. കായ ഒന്ന് വഴറ്റിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോവില്ല, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഒരു 2 മിനിറ്റ് നേരം ഈ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കായ വേവാനായിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം മാത്രം മതി, കാരണം നന്നായിട്ട് വേവണ്ട, ഏകദേശം ഒരു പകുതി വേവ് ആയി കിട്ടിയാൽ മതി. ബാക്കി നമ്മളുടെ തേങ്ങാരപ്പിൽ കിടന്നിട്ട് വേവിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ കായയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഈ സമയത്ത് ചേർക്കുന്നുണ്ട്, കാരണം ഈ ഒരു സമയത്ത് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ കായയിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കും, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം കായ ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് തേങ്ങയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. കുറച്ച് ലൂസായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്, നല്ല മഷി പോലെ ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കായ നന്നായിട്ട് ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. മുഴുവനായിട്ടും വെന്തിട്ടൊന്നുമില്ല, എന്നാലും ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി പകുതിയോളം വെന്തിട്ടുണ്ട്. ഇത്രയും മതിയാവും, കറക്റ്റാണ്. നമ്മളുടെ ഈ ഒരു പാകത്തിന് വേവിച്ചിട്ടെടുത്താൽ മതി. ഇനി ബാക്കി നമ്മളുടെ ഈ അരപ്പിൽ കിടന്നിട്ടാണ് കായ മുഴുവനായിട്ടും വേവുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തക്കാളിയോ പുളിയോ ഒന്നും ചേർക്കേണ്ടതില്ല, കാരണം മുന്നേ തന്നെ പുളി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കായ ചിലപ്പോൾ കല്ലിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ സമയത്താണ് ഒന്ന് പകുതി വേവിച്ചതിന് ശേഷം മാത്രമേ നമ്മളിതൊക്കെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ തേങ്ങ അരപ്പും പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ആ മിക്സിയിലുള്ള ബാക്കിയുള്ള അരപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് കുറച്ച് ലൂസായിട്ട് വേണം ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം ആഡ് ചെയ്യാനായിട്ട്, കാരണം നന്നായിട്ട് തന്നെ തിളച്ച് കറി ഒന്ന് വറ്റി കുറുകി വരേണ്ടതാണ്. അത് കാരണം കൊണ്ട് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് എടുക്കാം. ഇനി 4 പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് പകരം നിങ്ങൾക്ക് വാളംപുളി ഉപയോഗിക്കണമെങ്കിൽ വാളംപുളി ഉപയോഗിക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി ആയ കാരണം കൊണ്ട് ഞാനിത് തക്കാളി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, എങ്കിലും ഈ തേങ്ങാരപ്പൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് കുറയാനായിട്ടുള്ള ചാൻസ് ഉള്ള കാരണം കൊണ്ട് കുറച്ചും കൂടിയും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കറി തിളച്ച് വരുന്നവരെ പിന്നെ നമ്മൾ ഇളക്കേണ്ടതൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോൾ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച്, ഞാൻ മുഴുവനായിട്ട് അടച്ചു വെക്കാറില്ല, സാധാരണ ഒന്ന് ആവി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഭാഗം ഒന്ന് തുറന്നിട്ടാണ് വെക്കാറുള്ളത്. ഇതുപോലെ അടച്ചു വെച്ച് കറി ഒന്ന് വറ്റിച്ച് നമ്മുടെ കായൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇപ്പോൾ കണ്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്, കാരണം കായയാണ് അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കായ നന്നായിട്ട് വെന്ത് അതുപോലെ തക്കാളിയൊക്കെ പുളിയൊക്കെ ഇറങ്ങി കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഏകദേശം ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കറി റെഡി ആയിട്ടുള്ള പാകത്തിനാണ് ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ഉള്ള ഇത്. അപ്പോൾ പാകത്തിന് കുറുകി കായൊക്കെ നന്നായി വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. ഇതിലേക്ക് ഒന്ന് കാച്ചി ഒഴിക്കണം. അപ്പോൾ കാച്ചി ഒഴിക്കുന്നത് ഞാൻ വീഡിയോ ലെങ്ത് ആവേണ്ട കാരണം കൊണ്ട് കാണിച്ചിട്ടില്ല. കടുകും ചെറിയുള്ളിയും വറ്റൽമുളക് കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചോറിന് കഴിക്കാനായിട്ടുള്ള നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡയറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.